നീ പറഞ്ഞല്ലോ നിന്റെ ഭാരം ലഘുവാണെന്ന്. അതുപോലെ കർത്താവ് നിന്റെ ഭാരമാക്കി ഞങ്ങളുടെ ഭാരത്തെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴത് ഓട്ടോമാറ്റിക്കായിട്ട് ലഘുവായി മാറും. കർത്താവ് നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഇന്നത്തെ ഭാരങ്ങൾ നീ ലഘുവാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹം കൊണ്ട്, നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസം കൊണ്ട്, നിന്നിലുള്ള ഞങ്ങളുടെ ആശ്രയങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതഭാരം നിന്റെ നാമത്തിലെ ലഘുവാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു, ഈശോനാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. നിന്റെ തീരുമാനങ്ങൾ, ഇന്നത്തെ ദിവസത്തെ തീരുമാനങ്ങൾ കർത്താവ് പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ചൈതന്യം നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ കർത്താവ് ഇരുണ്ടുപോയ മനസ്സുകളെ കർത്താവെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുള്ളവരെ, ജീവിതത്തെ ഹൃദയത്തിന് ഭാരമുള്ളവരെ, കർത്താവ് ആരും സഹായിക്കാനില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവർ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തണം. അമ്മേ, പരിശുദ്ധ അമ്മേ, കുരിശിന് ചുവട്ടിൽ നിന്നത് ശക്തിയാലാണ് നിന്നത്, നീ ധൈര്യത്താലാണ് നിന്നത്. നിന്നെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തിയ അതേ ആത്മാവിൻ്റെ ശക്തിയാൽ ഏത് കുരിശിന് ചുവട്ടിൽ നിൽക്കുന്നവരെ ഇപ്പോൾ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാള ദൈവശക്തിയാൽ നീ ബലപ്പെടട്ടെ, നീ ശക്തി പ്രാപിക്കട്ടെ, നീ സൗഖ്യം പ്രാപിക്കട്ടെ, നിനക്ക് സമാധാനം കൈവരട്ടെ. ലോർഡ് ഇൻഫ്യൂസ് ദി സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് അവർ ഡെയിലി ബ്രെഡിലെ അന്ന് വേണ്ട ആഹാരത്തിൽ അനുദിന പ്രാർത്ഥനയിൽ ഇപ്പം അനുദിന പ്രാർത്ഥന ഇപ്പം കഴിഞ്ഞത്. ഇനി ഇതിനകത്തുള്ള വചനമാണ് ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്. അവർ ഡെയിലി ബ്രെഡിൽ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 8:16. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യാറില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. സാധനം നമുക്കറിയാമല്ലോ, വിളക്ക് കെടുത്തുമ്പോഴാണ് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരുതരം ഗ്ലാസ് പോലെ പാത്രം കൊണ്ട് മൂടുക. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പണ്ടൊക്കെ നമ്മുടെ പല പള്ളികളിലൊക്കെ അൾത്താരയിൽ തിരി കത്തിക്കുമ്പോൾ ഒരു കപ്പേര് ഒരു കമ്പിൽ ഒരു പാത്രം ഘടിപ്പിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ കെടുത്തി വെക്കും. വിളക്ക് കെടുത്തുന്നതിനാണ് ആൾക്കാർ കെട്ട വിളക്കാണ് കട്ടിലടി വെക്കണത്, പാത്രം കൊണ്ട് മൂടുന്നത്. പക്ഷെ കത്തിച്ച വിളക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് നമുക്കിത് പ്രാധാന്യമായിരിക്കണം. എന്താണെന്നറിയാമോ? അത് 2014 എനിക്ക് ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയിട്ട് ഞാൻ മധുരയിൽ നിന്ന് നേരെ പോകുന്നത് വാടിപ്പെട്ടിയിലൂടെയാണ്. വാടിപ്പെട്ടി ചെല്ലുമ്പോൾ അവിടെ അമ്മ സന്നിധാനത്തിലേക്ക് പലയിടത്ത് കയറാൻ എനിക്ക് ഒത്തിരി കൊതിച്ചാണ് അവിടെ ചെന്നത്. എത്രയോ ജവമാല ചൊല്ലി മധുരയിൽ നിന്ന് വാടിപ്പെട്ടി വരെ ജവമാല ചെല്ലിയിട്ടും അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സർവാംഗം തളർന്ന് ഞാൻ നിന്നുപോയി. അകത്ത് കയറാൻ ഒത്തില്ല. ഞാൻ പുറത്ത് നിന്നു. എൻ്റെ ജീവിതത്തിലൊരു ഇതുണ്ട്, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഞാൻ പുറത്ത് നിൽക്കുകയാണ്. നിന്നതിന് ശേഷം ഞാൻ ഉടനെ വിജയകുമാർ, തങ്കച്ചായനും ഒക്കെ അകത്ത് കയറി, സണ്ണിയൊക്കെ അകത്ത് കയറി നേർച്ച കിട്ടിയിട്ട് തിരിച്ചു വന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു നേർച്ച കിട്ടുന്നില്ല ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കകത്ത് കയറാൻ അനുവാദം ഇല്ല എന്ന് പറഞ്ഞു. കാര്യം അമ്മ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വ്യക്തമായിട്ടും പുഷ്പം പോലെ പൂ പോലെ വെളിച്ചത്തിലാണ് നിൻ്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ട സമയഘടികാരവും നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദൈവിക ദൗത്യം കാണിച്ചു തന്നത്. ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. നീ 10 കൊല്ലമായിട്ട് അമ്മ അനങ്ങിയിട്ടില്ല. അപ്പോൾ 2004 സംഭവിച്ചതല്ലേ. സഭയെ പേടിച്ചും പൊതുജനങ്ങളെ പേടിച്ചും ഞാൻ മിണ്ടാകണ്ടിരുന്നു. എൻ്റെ പ്രൈവറ്റായിട്ടുള്ള കോൺഫറൻസിലൊക്കെ പറയണമെന്നല്ലാതെ ഇന്ന് കാണുന്ന പോലെ വ്യാപകമായ ഒരു രീതി പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ടാണ് എനിക്ക് അകത്ത് കയറാൻ കഴിയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാറിലിരുന്ന് വചനം എടുത്ത് അന്ന് കിട്ടിയ വചനമാണിത്, ലൂക്ക 8:16. ഞാൻ അപ്പം തന്നെ ജോമോണിലെ നമ്മുടെ മീഡിയയിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടന്നു. എന്താണ് വിളിച്ച് പറഞ്ഞത്? അതായത് വിളക്ക് കൊളുത്തി ആരും പാത്രം കൊണ്ട് മൂടാറില്ല. ഇപ്പം ഞാൻ 10 കൊല്ലം പാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെന്താ പറഞ്ഞത്? കട്ടിൻ്റെ അടി വെക്കാറുമില്ല, കെടുത്ത്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം കെട്ട വിളക്ക് പോലെയാണ് ഞാൻ സൂക്ഷിച്ചത്. കർത്താവ് പറഞ്ഞു അത് എല്ലാവർക്കും പ്രകാശം കാണാൻ വേണ്ടി ദീപപീഠത്തുമേ വെക്കണമെന്ന്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളും മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതാണെന്നാണ് എൻ്റെ സൂചന.
അതുകൊണ്ടാണ് നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ എന്ന് കർത്താവ് പറയത്തില്ലേ. നിങ്ങളുടെ വെളിച്ചം, നിങ്ങളുടെ നന്മകളെല്ലാം അത് മറ്റുള്ളവർക്ക് നന്മയായിട്ട് വരണം. ചില ആൾക്കാർ മറ്റുള്ളവരുടെ മേക്കട് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ കിട്ടിക്കഴിഞ്ഞാൽ 5 മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പറഞ്ഞു നടക്കും. എന്തിനാ കാര്യം? മറ്റുള്ളവർക്ക് അത് പാരയായിട്ട് വരിക. എന്താ കാര്യം? നിങ്ങൾ മറ്റുള്ളവരുടെ കേമന്മാരാണെന്നാണ്. ക്രിസ്ത്യാനിറ്റിയിൽ അത് നടക്കത്തെ വില പോകത്തില്ല. അങ്ങനെ ആൾ കളിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ വിളക്കുകൾ മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്നും ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് എന്ത് നന്മ വന്നാലും അത് 10 മനുഷ്യർക്ക് നന്മ ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ കർത്താവിൻ്റെ വെളിച്ചം എന്നൊക്കെ ഞങ്ങൾ വന്നതിന് ശേഷം അമ്മ പെട്ടെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തന്നു. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാതാവിന് രൂപമെടുത്ത് പീഠത്തിൽ വെച്ചിട്ട് അൾത്താരെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങി. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉടമ്പടി തന്നത്. ആ ഉടമ്പടിയാണ് ഇന്ന് ലോകം മുഴുവനും ഉള്ള ആൾക്കാർ ഒന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി ആശിക്കുന്നവരിലേക്ക് എത്രയോ ലക്ഷങ്ങളാൽ ദൈവം വചനത്തെ വളർത്തി വിശുദ്ധി നിലനിർത്തി സുവിശേഷ സാക്ഷികളാക്കി